First question, age of a father is 24 years more than his son. Father F is. Our present state age is given. Present age. Father is, was, will be. ഇത് മൂന്ന് എവിടെ കണ്ടാലും is equal to. Okay. So age of a father, represent father by F, is 24 years. More than means plus 24. Okay, so plus. His son can be represented as S. So son എന്ന് നമ്മൾ represent ചെയ്യുന്നത് S തന്നെ. Father based on the statement, the age of a father is F is equal to 24 plus son. Now in 2 years means after 2 years. So after 2 years, the condition is after 2 years means 2 years കൂടി. അപ്പോൾ നമ്മൾ +2 വെച്ചിട്ട് എഴുതണം. ഫാദറിന് F+2, അതുപോലെ സണ്ണിന് S+2, ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഫസ്റ്റ് പ്രസന്റ് ഏജ് മറന്നു കളയുക. ഇനിയുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിക്കേണ്ടത് ഈ കണ്ടീഷൻ വെച്ചിട്ട് ആഫ്റ്റർ 2 years എന്ന് പറയുമ്പോൾ F+2 ആൻഡ് S+2 വെച്ചിട്ട് ചെയ്യണം. ഫാദർ ഈസ്. സോ ഇവിടെ നമ്മൾ എഫ് എന്ന് എടുക്കാൻ പോകും, പക്ഷെ ആഫ്റ്റർ 2 years ആയതുകൊണ്ട് ഈ കോളത്തിൽ വരുന്നത് മാത്രം എടുക്കുക. ഫാദർ ഈസ് എന്ന് പറയുമ്പോൾ നമ്മൾ F+2 വിൽ ബി എന്നല്ലേ, ഫ്യൂച്ചർ അല്ലേ, അപ്പോൾ ആഫ്റ്റർ 2 years അല്ലേ, അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു ട്വൈസ് 2 into. Twice means into 2. That of his son. Son S അല്ല ഇവിടെ S+2. അപ്പോൾ ഈ കംപ്ലീറ്റ് സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഫാദർ ഈസ്. സോ ആഫ്റ്റർ 2 years ആയതുകൊണ്ട് F+2 is equal to father will be. So 2 into S+2. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്താൽ 2S plus 4. F equal to 2S plus 4 ഈ +2 ഇവിടെ വരുന്നതിന് പകരം ഇപ്പത്തേക്ക് -2 2S plus 2. ഇപ്പോൾ ഇവിടുത്തെ ഫാദർ ആഫ്റ്റർ 2 years 2S plus 2. സോ ഹിയർ ആഫ്റ്റർ 2 years അറിയാം, പ്രസന്റിലെ ഫാദറും അറിയാം. സോ രണ്ടും കൂടി ഇക്വേറ്റിംഗ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നു. 24 plus S equal to 2S plus 2. അപ്പോൾ ശരിക്കും ബിഗർ നമ്പർ 2S ആയതുകൊണ്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 2S അതായത് ഈ ഫുൾ ഇവിടത്തേക്ക് 2S plus 2 equal to ഇത് കംപ്ലീറ്റ് ഇവിടത്തേക്ക് 24 plus S. 2S ഈ 10 മൈനസ് S ഈക്വൽ ടു ഇത് 24 ഇത് ഇവിടത്തേക്ക് മൈനസ് 2S minus S equal to 22. So son's age is 22 years. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാദർ ഈസ്. സോ ഈസ് present age father is equal to 3 times. 3 times means 3 into 3 times as old as son. So 3 into S. So son S എടുത്തു, father F എടുത്തു. ഇനി ആഫ്റ്റർ 12 years. ആഫ്റ്റർ 12 years എന്ന് പറയുമ്പോൾ ഇവിടെ +12. സോ ഇവിടെ ആഫ്റ്റർ 12 years എന്ന് എഴുതാം. ആഫ്റ്റർ 12 years ഫാദർ ഉടനെ F+12 എന്ന് എഴുതണം. അതുപോലെ സണ്ണ്
എസ് പ്ലസ് 12 എഴുതണം. ഇനി ഫോളോ ചെയ്യുന്നത് ഇത് വെച്ചായിരിക്കണം. അപ്പോൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ആഫ്റ്റർ 12 years ഹിസ് ഏജ്, ഹിസ് ഇസ് ഫാദർ, ഫാദേഴ്സ് ഏജ് നമുക്ക് എഫ് എടുക്കണം. പക്ഷേ ആഫ്റ്റർ 12 years ആയതുകൊണ്ട് എഫ് പ്ലസ് 12 വിൽ ബി ഈസ് ഈക്വൽ ടു twice means into 2, so 2 into age of son but after 12 years, so നമ്മൾ ഇതെടുക്കും. f plus 12 equal to expand 2s plus 24. ഇനി f ആക്കിയിട്ട് എഴുതി വെച്ചാൽ ഇക്വേറ്റ് ചെയ്യാം. സോ 2s plus 24 ഇത് ഇവിടത്തേക്ക് വരും -12, so 2s plus 12. Okay, so we can equate the right side of both. So equating right sides, equating right sides. 3s equal to 2s plus 12. Now this 3s minus 2s equal to 12, s equal to 12. Okay, this is sun's age. Sun's age ഇവിടെ കിട്ടി 12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ their present ages. So father's age present, so we have to choose here. ഇവിടെ ഇത് ചൂസ് ചെയ്യണം, ഇത് ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫാദർ എന്താ, ഫാദർ ഈക്വൽ ടു 3 into s, 3 into 12, 36 years father. Okay, father's age. ഇതാണ് ആൻസർ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ട് എല്ലാവരും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe for more videos.